First of all, it's a great pleasure to be here. I know that this is 28th edition of ProfCon, so a huge congratulations for having such a long-running conference series. So, ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം ഒരു പ്യുവർ സയൻസ് ടോക്ക് നടത്തുക എന്നുള്ളതാണ്. And the topic of my talk is computer evolution from machines to mind. സോ എൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു വലിയ യൂണിവേഴ്സിറ്റിയുടെ പാർട്ടായതുകൊണ്ടും നമ്മുടെ നാട്ടിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ റെപ്രസെൻറ്റേഷൻ കുറവ് ആയതുകൊണ്ടും എൻ്റെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം എനിക്കുണ്ട്. സോ ഇൻ ദ ഫസ്റ്റ് സ്ലൈഡ്സ് ഐ വിൽ ഷോ a brief description about Oxford University. So Oxford is a city near London. ഒരു 1 hour ഡ്രൈവ് ചെയ്താൽ നിങ്ങൾ ഓക്സ്ഫോർഡിലെത്തും. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 11th century. സോ ഏകദേശം ഒരു 1000 വർഷത്തോളം പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ ഇൻ്റർനെറ്റിൽ ഇതിൻ്റെ ഫോട്ടോസ് നോക്കി, പക്ഷേ എനിക്കൊരു പെയിൻറ്റിംഗ് ആണ് കിട്ടിയത്. ആൻഡ് ദീസ് ആർ സം നോട്ടബിൾ ഓക്സ്ഫോർഡ് അലുമിനീസ്. അവിടെ പഠിച്ചവരോ അല്ലെങ്കിൽ അവിടെ അസോസിയേറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചതോ ആയിട്ടുള്ള അലുമിനീസിയുടെ ഒരു ലിസ്റ്റാണ്. സോ ഞാൻ കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. So Oxford created around 26 Nobel Prize winners, 30 international leaders, and most of the British prime ministers are coming from Oxford. And these are some current facts. So Times Higher Education de ella varshate rankingilum Oxford usually comes number 1 in the world. Around 26,000 students are studying there, and among these 26,000 students, a huge population, around 50% are from different countries, and it contributes around 15.7 billion to UK economy. ഞാൻ ഓക്സ്ഫോർഡ് എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷ്വലൈസേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓക്സ്ഫോർഡ് സിറ്റിയിൽ ഒരുപാട് കോളേജുകളുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളെല്ലാം ഓക്സ്ഫോർഡ് സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ ഓരോ കോളേജുകളും അടുത്തടുത്താണ് ഉള്ളത്. ഇതൊരു കോളേജാണ്, ക്രൈസ്റ്റ് ചർച്ച് കോളേജ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസൊക്കെ കോളേജുകളിലാണ് ഉണ്ടാവുക. ദെൻ വി ഹാവ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ബട്ട് ഡിഫറെൻറ്റ് ഫീൽഡിന് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ആർക്കിടെക്ചറും കുറച്ച് മോഡേണും കുറച്ച് ഓൾഡ് ബിൽഡിങ്സും മിക്സ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചറാണ് ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഉള്ളത്. And I just wanted to finish this description by just saying what I'm doing there. So ഞാൻ UK-ലെ നാഷണൽ സയൻസ് അക്കാഡമിയാണ് ദ റോയൽ സൊസൈറ്റി. സോ I was elected as a university research fellow this year. ഈ ഫെലോഷിപ്പോട് കൂടി ഞാൻ ഓക്സ്ഫോർഡ് ഫിസിക്സിൽ ഇപ്പോൾ ഒരു ഫാക്കൽറ്റിയാണ് ഇൻ കണ്ടൻസ് മാറ്റർ ഡിവിഷൻ. സോ ഐ ബേസിക്കലി ഡു റിസർച്ച് ആൻഡ് ആൾസോ ഐ ഡു ടീച്ചിങ്. I established 2 months ago a group called Oxford Mind Group. ആക്ച്വലി ഞാൻ ഫ്യൂച്ചറിലേക്കുള്ള കമ്പ്യൂട്ടിങ്ങിൻ്റെ ആർക്കിടെക്ചർ, ദ ഫിസിക്സ് ബിഹൈൻഡ് ഇറ്റ്സ് മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഈ ആസ്പെക്റ്റുകളാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ഒരു ഓവറാൾ ലെയറാണ് ആക്ച്വലി ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ്സ് മൈ ടോപ്പിക്. ഇറ്റ്സ് കോൾഡ് കമ്പ്യൂട്ടർ എവല്യൂഷൻ ഫ്രം മെഷീൻസ് ടു മൈൻഡ്. അപ്പോൾ ആദ്യം തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ എഐയുടെ ഒരുപാട് ഡിസ്കഷൻ ആൾറെഡി ഉണ്ടായിരുന്നേക്കാം. പക്ഷേ സാധാരണ നമ്മൾ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് സംസാരിക്കാറ്. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ഹാർഡ്വെയറിനെ കുറിച്ചാണ്. സോ ഒരു 90s കാലഘട്ടത്തിലാണ് ഞാനൊക്കെ കമ്പ്യൂട്ടറിനോട് എക്സ്പോഷർ ആവുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തരുന്നൊരു സമയത്ത് നമ്മോട് പറയായിരുന്നു കമ്പ്യൂട്ടർ ബ്രെയിൻ പോലെ വർക്ക് ചെയ്യുന്നൊരു മെഷീനാണ് എന്ന്, അല്ലെങ്കിൽ CPU കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിനിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മെഷീനാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ആക്ച്വലി ഉണ്ടാക്കിയത് കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10+10 എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിനും നമ്മുടെ ബ്രെയിനും കമ്പ്യൂട്ടറിനും അത് ഒരുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കോംപ്ലക്സ് കാൽക്കുലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മെഷീൻ അല്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടർ അത് ഈസി ആയിട്ട് ചെയ്യും, നമ്മളത് ചെയ്ത് കൊള്ളണമെന്നില്ല. പക്ഷേ സംതിങ് അവർ ബ്രെയിൻ ഡസ് ഈസ് ടു ഡു കോഗ്നിറ്റീവ് ടാസ്ക്. നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറിന് അത് ചെയ്യാൻ പറ്റില്ല. സോ യൂഷ്വലി സോഫാർ നമ്മൾ കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ചിരുന്നത് കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് കോഗ്നിറ്റീവ് ടാസ്ക് കൂടി കമ്പ്യൂട്ടേഴ്സ് ചെയ്യണമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വന്നു.
സോ ആദ്യമായിട്ട് ഞാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ ഇന്ന് വരെയുള്ള എവല്യൂഷനെ കുറിച്ച് പറയും. അതിനുശേഷം ഭാവിയിലേക്കുള്ള കമ്പ്യൂട്ടറിനെ, ബ്രെയിൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെ കുറിച്ച് ഞാൻ സംസാരിക്കും. സോ ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ് എന്നത് ഒരു ചെറിയ ഒരു ഡീപ്പായിട്ട് നമുക്ക് എന്താണ് ശരിക്കും കമ്പ്യൂട്ടറുകൾ നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ നൽകാം. ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ ഏതൊരു കാലഘട്ടം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ കാലഘട്ടത്തിലെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഷേപ്പ് ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഇപ്പോൾ ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും താഴെ നോക്കി മൊബൈൽ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ലൈഫ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിനെ വളരെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺസ്. സോ 20th century without doubt we can say that our life is influenced by computers and we have to know how it is evolved over the time. സോ ഈ കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ആരാണ് ഉപയോഗിച്ചതെന്ന് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഓക്സ്ഫോർഡിൽ ഉണ്ടായിരുന്ന ഒരു ലിറ്ററേച്ചർ ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം കമ്പ്യൂട്ടറിനെ മാത്സ് ചെയ്യുന്ന ഒരു ആളുകളെ കുറിച്ചാണ് അദ്ദേഹം കമ്പ്യൂട്ടർ എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ബ്രെയിൻ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല. അപ്പോൾ അന്നൊരാളുടെ ഒരു പ്രസ്താവനയാണ്, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനെ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വേസ്റ്റേജ് ഓഫ് ടൈമാണ്, അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് മെഷീൻസ് ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം 1685 നടത്തിയിരുന്നു. സോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിനെ എമുലേറ്റ് ചെയ്യുന്ന മെഷീൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ നമ്മൾ മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ്, ഈ 4 സബ്ജക്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുക. അപ്പോൾ ഇതിൽ മാത്തമാറ്റിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷേ മാത്തമാറ്റിക്സ് ഹ്യൂമൻ മാൻ മെയ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. മാത്തമാറ്റിക്സ് എക്സിസ്റ്റ് ചെയ്തിരുന്ന സംഭവമല്ല, നമ്മൾ ഈ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് മാത്തമാറ്റിക്സ്. ആ മാത്തമാറ്റിക്സിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. നമുക്കറിയാം, നമ്മൾ 0 മുതൽ 9 വരെയുള്ള നമ്പറുകളുണ്ട്. ഈ നമ്പറുകൾ നമ്മൾ ഒരു ഡെസിമൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ നമ്പറിന് 10ൻ്റെ വാല്യൂ ആയിരിക്കും. നമ്മൾ അത് പിറകോട്ട് പോകുമ്പോൾ 100, 1000, 10000 ഇങ്ങനെയാണ് നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ നമ്പർ സിസ്റ്റം ഒരാൾ ഉണ്ടാക്കി, നമ്മളുടെ ലോകത്തിലുള്ള എല്ലാവരും നമ്മൾ ചെറുപ്പം മുതലേ ഇതാണ് നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ മാൻ മെയ്ഡ് ആയിട്ട് മാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. ഇനി നമുക്കൊരു മെഷീൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മാത്തമാറ്റിക്സിനെ മെഷീൻ അറിയണമല്ലോ. അപ്പം ഞാൻ ഇങ്ങോട്ട് പറയുകയാണ്, നിങ്ങളൊരു നമ്പർ ഇമാജിൻ ചെയ്യൂ, നമ്പർ 1 ഇമാജിൻ ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്പർ 1 എങ്ങനെ കണ്ടത് അതുപോലെയുള്ള ഒരു പിക്ചറായിരിക്കും വരിക. ചില ആളുകൾക്ക് അത് ബോർഡിൽ നമ്പർ 1 എഴുതിയതാവാം, ചില ആളുകൾക്ക് ഒരു വെള്ള പേപ്പറിൽ നീല പെന്നുകൊണ്ട് എഴുതിയതാവാം. അപ്പം നമ്മൾ നമ്പർ 1 എന്ന് പറയുമ്പോൾ നമ്മളത് ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ മെഷീൻസ് എങ്ങനെ ഇമാജിൻ ചെയ്യും? അപ്പോൾ ഒരു ഫിസിക്കൽ സിസ്റ്റം ഈ നമ്പറിങ് സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഓൾഡസ്റ്റ് വേർഷനാണ് ഈ അബാക്കസ് എന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ സ്കൂളുകൾ സ്ലേറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്ര ആളുകൾ ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ ഓരോ നമ്പറിൻ്റെയും വാല്യൂവിനനുസരിച്ചിട്ട് നമുക്ക് ഈ ബീറ്റ്സ് നീക്കിയാൽ അങ്ങനെ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ പണ്ടത്തെ കാലത്ത് ഈ ഡെസിമൽ സിസ്റ്റം നമ്മൾ പഠിച്ചത് കൊണ്ട് ഡെസിമൽ സിസ്റ്റത്തിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ 10 നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് മെഷീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ശ്രമിച്ചത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ 10 നമ്പറുകൾ നമുക്ക് മനസ്സിലാക്കാൻ ഈസി ആണെന്നുണ്ടെങ്കിലും മെഷീൻസിന് ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ ഈസി ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു മാത്തമാറ്റിക്സ് പഠിപ്പിക്കാം എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ബൈനറി നമ്പർ സിസ്റ്റംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിൽ 2 ഡിജിറ്റേ ഉള്ളൂ, 0 and 1. അത് നമുക്ക് 10 അക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മെഷീൻസ് ഈ 2 അക്കങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ 1251 എന്ന് പറയുന്ന ഈ നമ്പർ, ലെഫ്റ്റിലുള്ള നമ്പർ, അത് നമ്മൾ ബൈനറി സിസ്റ്റത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ കൂടുതൽ ഡിജിറ്റുകൾ വേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കും ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും മെഷീൻസിന് ഒരു പക്ഷേ ഈ 2 സ്റ്റേറ്റ് മാത്രം മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് മെഷീൻസിന് അതാണ് ഈസി. അപ്പോൾ നമുക്ക് മെഷീൻസിന് ഒരു മാത്തമാറ്റിക്കൽ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ സിസ്റ്റം വേണമല്ലോ. ഒരു സിമ്പിൾ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബൾബ് അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിന് നമുക്ക് സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്താത്ത സ്റ്റേറ്റിനെ 0 എന്നും കത്തുന്ന സ്റ്റേറ്റിനെ 1 എന്നും വേണമെങ്കിൽ വിളിക്കാം.
അപ്പോൾ ഇത്തരത്തിൽ ഈ 0 and 1 എന്ന് പറയുന്നത് നമ്മൾ മെഷീൻസിന് കൊടുക്കുമ്പോൾ ഈ കത്തുന്നതിനനുസരിച്ച് ഒരു പക്ഷേ മെഷീൻസിന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരു ഹാർഡ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 1001 എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ ഉണ്ടാക്കേണ്ടി വരും. ഇതൊരു ജസ്റ്റ് നമ്മൾ പറയാറുണ്ട് നമുക്ക് GB മെമ്മറി ഉണ്ട് അല്ലെങ്കിൽ MB മെമ്മറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമ്പേഴ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ നൗ ഡേയ്സ് കമ്പ്യൂട്ടേഴ്സ് ആർ കമ്മിങ് ഇൻ 1 terabyte, ഇറ്റ്സ് അറൌണ്ട് 8 trillion bits. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ സർക്യൂട്ടും അല്ലെങ്കിൽ ബൾബും വെച്ചിട്ടൊന്നും കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബിറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ സിസ്റ്റം നമുക്ക് വേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ കാലത്ത് അഗൈൻ 1940s ആളുകൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യമായിട്ട് ചില ഫിസിക്കൽ സിസ്റ്റത്തിനെ അവർ ടെസ്റ്റ് ചെയ്തു. അത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത ഒന്നായിരുന്നു ഇലക്ട്രോ മെക്കാനിക്കൽ റിലേസ്, വിച്ച് ഇസ് വെരി ഈസി. അത് മെക്കാനിക്കൽ അത് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ സർക്യൂട്ട് ഉണ്ടായിട്ട് ഒന്നെങ്കിൽ ബൾബ് കത്തും അല്ലെങ്കിൽ ബൾബ് കത്തില്ല. സോ യു ക്യാൻ ഹാവ് 2 states. ഇതായിരുന്നു ആദ്യത്തെ ഒരു കമ്പ്യൂട്ടർ. ഏകദേശം 3500 റിലേസ് വെച്ചിട്ട്, ഇത്തരത്തിലുള്ള റിലേസ് വെച്ചിട്ടായിരുന്നു ആ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ നമ്മുടെ ഇന്നത്തെ കാലത്ത് ചിന്തിച്ചാൽ വളരെ വളരെ പ്രിമിറ്റീവായിട്ടുള്ള ഓപ്പറേഷൻ അതിന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഏകദേശം 3 additions per second. ബട്ട് ഇറ്റ് ആൾസോ കംസ് വിത്ത് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഒന്നാമത് ഇത് റിലേസ് ആയതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഡാമേജസ് വളരെയധികം ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് അട്രാക്റ്റഡ് എ ബഗ്. സോ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ ബഗ്സ് എന്ന് പറയും. കമ്പ്യൂട്ടറിലെ ആദ്യത്തെ ബഗ്സ് വാസ് റിയലി എ ബഗ്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രോബ്ലംസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള സിസ്റ്റം ഇനി ബൈനറി ഈ 2 സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു റിസർച്ച് നടത്തി. അതിനുശേഷമാണ് വാക്യൂം ട്യൂബ് ഉണ്ടായത്. വാക്യൂം ട്യൂബിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ ഇതൊരു ബൾബായിട്ട് കണ്ടാൽ മതി. നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടറുകളിൽ ഒന്നാണ് ENIAC എന്ന് പറയുന്നത്. ഏകദേശം 17,000 വാക്യൂം ട്യൂബ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇത് മുമ്പുള്ള സിസ്റ്റത്തിനെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു. ഏകദേശം 500 computations per second നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വാക്യൂം ട്യൂബ്സ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഹാഫ് എ ഡേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാക്യൂം ട്യൂബ്സ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പല സിസ്റ്റങ്ങളും ആളുകൾ ട്രൈ ചെയ്തു. പക്ഷേ നമ്മൾ ഇപ്പോഴുള്ള കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററുകളാണ്. ഈ ട്രാൻസിസ്റ്ററുകൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഏകദേശം 1950s. നിങ്ങൾ +2 ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഈ PNP ജംഗ്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ പെർട്ടിക്കുലർ രീതിയിൽ നമ്മളതിനെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് ഒരു സ്വിച്ച് പോലെ ട്രാൻസിസ്റ്ററിന് ഉപയോഗിക്കാൻ പറ്റും. സോ ഇറ്റ്സ് ജസ്റ്റ് ആസ് എ സ്വിച്ച്, ബട്ട് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സിസ്റ്റം. നമ്മുടെ സർക്യൂട്ട് പോലെയല്ല, പക്ഷേ ഇറ്റ്സ് എ ട്രാൻസിസ്റ്റർ. സോ ഇതാണ് ആദ്യത്തെ ട്രാൻസിസ്റ്റർ. ഇറ്റ് വാസ് വെരി ബിഗ് ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ IBM 608. അത് ഉപയോഗിച്ചത് ഏകദേശം 3000 ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഡു അറൌണ്ട് 4500 additions per second. അന്ന് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇന്നത്തെ കമ്പ്യൂട്ടറുകളിലും ട്രാൻസിസ്റ്ററുകൾ തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇതൊരു ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ ഒരു എവല്യൂഷനാണ് ഓവർ ദ ഇയേഴ്സ്. അങ്ങനെ കൂടുതൽ ട്രാൻസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ നാനോ ടെക്നോളജിയുടെ ഒരു എവല്യൂഷൻ വന്നതിന് ശേഷം നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് കാലങ്ങളായിട്ട് കുറച്ച് വന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ അറൌണ്ട് 10⁻⁹ പാർട്ട് ഓഫ് എ മീറ്റർ എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 10 million ഓഫ് ദ വാക്യൂം ട്യൂബ് സൈസ്. അപ്പോൾ അത്രയ്ക്ക് സൈസ് നമ്മൾ കുറച്ച് കൊണ്ടുവന്നു. നൗ ഡേയ്സ് ഇൻ അവർ മൊബൈൽ ഫോൺസ് വി ഹാവ് അറൌണ്ട് 8.5 billion ട്രാൻസിസ്റ്റർ. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകൾ നമ്മൾ സൈസ് കുറച്ച് കൊണ്ടുവന്നതിൻ്റെ കൂടെ തന്നെ അത് നമ്മൾ യോജിപ്പിക്കണമല്ലോ. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഈ വാക്യൂം ട്യൂബ്സ് ഒക്കെ ഉള്ള കാലത്ത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സോൾഡറിങ് ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി കമ്പ്യൂട്ടേഴ്സുകൾ ഉണ്ടാക്കിയിരുന്നത്. ഏകദേശം 5 million ഹാൻഡ് സോൾഡേർഡ് കണക്ഷൻസ് വെർ ദേ. പിന്നീടാണ് ഏകദേശം 1960s ICs, നമ്മൾ ചിപ്പുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ ഉണ്ടായത്. അതിനുശേഷം നാനോ ടെക്നോളജിയുടെ ഒരു ബൂം ഉണ്ടായി. അപ്പോൾ നാനോ ടെക്നോളജിയുടെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ ഉണ്ടാക്കാനും ഇത്തരത്തിലുള്ള ബിറ്റുകളുടെ സൈസ് കുറക്കാനും സാധിച്ചു. അപ്പോൾ ലെഫ്റ്റിലുള്ളത് 1964 നമുക്ക് 4 ട്രാൻസിസ്റ്റർ മാത്രമേ ആ ഒരു ഏരിയയിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ നൗ ഡേയ്സ് വി ക്യാൻ മേക്ക് ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻ 1 inch square ഏരിയ. സോ ഈ എവല്യൂഷൻ കാരണമാണ് നമുക്ക് ആക്ച്വലി ബെറ്റർ ആൻഡ് ബെറ്റർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാൻ സാധിച്ചത്. ഞാൻ ബിറ്റുകളുടെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് 2-3 സ്ലൈഡിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ആക്ച്വലി വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. സോ കമ്പ്യൂട്ടറിൽ ഒരു CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, പിന്നെ നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന നമ്മുടെ മൗസ് അല്ലെങ്കിൽ കീബോർഡ് അങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് സ്ക്രീനുണ്ട്. അപ്പോൾ
അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ ആക്ച്വലി CPU മെമ്മറി സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് CPUവിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് ആക്ച്വലി കമ്പ്യൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ ഞാൻ CPUവിൻ്റെ ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് മെമ്മറി എന്താണെന്നും കൂടി പറയാം. ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാനത് കൂടുതൽ പറയുന്നില്ല. CPUവിൽ ശരിക്കും അഡീഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഡെസിമൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അഡീഷൻ ചെയ്യുകയാണെങ്കിൽ സം ആൻഡ് ക്യാരി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ 1 and 0 ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും, ക്യാരി 0 ആയിരിക്കും. അതേസമയം നമ്മൾ 9 and 3 നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എന്ന് പറയുന്ന സം ഉണ്ടാകും. അതേമാതിരി നമ്മളൊരു ക്യാരി ചെയ്യും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക്. അതുപോലെ ബൈനറിയിൽ നമുക്ക് ക്യാരി ചെയ്യാം. 1 and 1 ആകുമ്പോൾ നമ്മൾ 0 ആയിട്ട് ക്യാരി നമ്മൾ ലെഫ്റ്റിലേക്ക് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസുകളുടെ ഒരു ലോജിക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ലോജിക് ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഗേറ്റ്സ് ഉണ്ട്, ആൻഡ് ഗേറ്റ്സ്, ഓർ ഗേറ്റ് ആൻഡ് സോ ഓൺ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ആൻഡ് ഗേറ്റ് യഥാർത്ഥത്തിൽ ഈ സമ്മിൻ്റെ കാൽക്കുലേഷൻസ് ആണ് ആക്ച്വലി ചെയ്യുന്നത്. XOR ഗേറ്റ് എന്ന് പറയുന്നത് സമ്മിൻ്റെ കാൽക്കുലേഷൻസ് ആണ് ചെയ്യുന്നതിന് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ക്യാരിയുടെ കണ്ടീഷൻസ് ആണ് ചെയ്യുന്നത്. അതിനെ നമുക്കൊരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് സർക്യൂട്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മാത്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് ഈ ലോജിക്കിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കുറച്ച് ട്രാൻസിസ്റ്ററുകൾ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു മാത്തമാറ്റിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രെയിൻ ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ ട്രാൻസിസ്റ്ററുകൾ ഓൺ ആവുകയും ഓഫ് ആവുകയും അതിലൂടെ എന്താണ് സ്റ്റേറ്റ് എന്ന് അവർക്ക് മനസ്സിലാവും, നമുക്ക് നമ്മുടെ ബ്രെയിനിൽ മനസ്സിലാകുന്നത് പോലെ. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ഫിനിഷ് അപ്പ് ബൈ ഡിസ്കസിങ് അബൌട്ട് മെമ്മറി. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ 2 തരത്തിലുള്ള മെമ്മറി ഉണ്ട്. ഒന്ന് വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ആക്കുന്നതിന് ശേഷവും ചിലപ്പോൾ അവിടെ ഡാറ്റ ഉണ്ടാവും. അതിനാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അതിന് സാധാരണ മാഗ്നറ്റിസം ആയിരുന്നു നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിയാൽ ഈ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകളൊക്കെ കാണാം. ഈ മാഗ്നറ്റിസം നമ്മൾ പവർ ഓഫ് ആക്കിയാലും അത് ആ മാഗ്നറ്റായി തന്നെ റീറ്റൈൻ ചെയ്യും. അപ്പോൾ മാഗ്നറ്റിന് 2 സ്റ്റേറ്റ് ഉണ്ട്, 0 and 1. അങ്ങനെയാണ്, അതായത് നോർത്തും പോളും സൗത്ത് പോളും നമ്മൾ ഓപ്പോസിറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റേറ്റ് കിട്ടും. അതിനെ നമുക്ക് ബൈനറി ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ മെമ്മറി വളരെ സ്ലോ ആണ്. കാരണം ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. അത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ അത് ഏകദേശം മില്ലി സെക്കൻഡ് സ്പീഡിലാണ് ചെയ്യുന്നത്. ഏകദേശം kHz to MHz ഫ്രീക്വൻസിയിൽ. ബട്ട് നമുക്ക് ട്രാൻസിസ്റ്റർ മെമ്മറി ഉണ്ട്. നമ്മൾ അത് ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെമ്മറി പോവും. പക്ഷേ ഇറ്റ്സ് വെരി ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോസസ്സിങ്ങിനൊക്കെ ട്രാൻസിസ്റ്റർ മെമ്മറികളാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 2 തരത്തിലുള്ള മെമ്മറികളാണ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളത്. Now I am going to discuss about what is the problem of this classical computer architecture. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ കാലങ്ങളായിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് ഇങ്ങനെ കുറച്ച് വന്ന് നമ്മൾ കൂടുതൽ ട്രാൻസിസ്റ്ററുകൾ കമ്പ്യൂട്ടറുകളിൽ ഇട്ടിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് നടക്കുന്നത്. പക്ഷേ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഏറ്റവും ഫിസിക്സിൻ്റെ തിയററ്റിക്കൽ ലിമിറ്റ് ആയിട്ടുള്ള ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് ഏകദേശം 3 nanometer ആണ്. നമ്മൾ ആൾറെഡി 5 nanometerലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണാൻ 20 ആകുമ്പോൾ അത് പ്ലാറ്റോ ആയി തുടങ്ങി. അതിൻ്റെ ഒരു മെയിൻ സാധനം ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസിസ്റ്റർ ഓൺ ആകുകയും ഓഫ് ആക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് വരുമ്പോൾ ആ ഒരു സൈസിൽ വരുമ്പോൾ ഒരു 1-2 ആറ്റംസേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺസ് ടണലിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലൂടെ ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ലീക്കി ആയി തുടങ്ങും, അൺസ്റ്റേബിൾ ആയി തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ബിറ്റ് സ്റ്റേറ്റ്സ് ഒന്നും നമുക്ക് കിട്ടാൻ കഴിയത്തില്ല. അതുകൊണ്ട് 3 nanometerന് ശേഷം നമുക്ക് ട്രാൻസിസ്റ്ററുകൾ നമുക്ക് സൈസ് കുറക്കാൻ കഴിയത്തില്ല. ദാറ്റ് മീൻസ് നമ്മൾ ആൾറെഡി ആ ലിമിറ്റിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ 50 വർഷത്തോളമായിട്ട് കമ്പ്യൂട്ടറിനെ നമ്മൾ ബെറ്ററായിട്ട് ഇവോൾവ് ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് ഇനി നമുക്ക് സാധിക്കില്ല. രണ്ടാമത്തെ പ്രശ്നം, ഈ ഒരു ആർക്കിടെക്ചറിനെ, മെമ്മറി CPU ആർക്കിടെക്ചറിനെ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ബോട്ടിൽനെക്ക് പ്രോബ്ലം ഉണ്ട്. കാരണം ഈ CPU-യുടെയും മെമ്മറിയുടെയും ഇടയ്ക്കുള്ള ഈ ഡാറ്റ ഷട്ടിൽ നമ്മൾ കൂടുതൽ ഡാറ്റ പ്രോസസ്സിങ്ങിന് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റക്കാവും, അതിന് ചെയ്യാൻ കഴിയത്തില്ല. ഇറ്റ് വിൽ നീഡ് ലോട്ട് ഓഫ് എനർജി. അതുകൊണ്ട് തന്നെ ബിഗ് ഡാറ്റ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ഇത് സ്ലോ ആവും. ആൻഡ് ബിഗ് ഡാറ്റ ആപ്ലിക്കേഷനിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലത്തുള്ള ആപ്ലിക്കേഷൻസ് ആണ് AI ആപ്ലിക്കേഷൻസ്. സോ ഇത്രയുമാണ് ആക്ച്വലി ഞാൻ ക്ലാസിക്കൽ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഒരു എവല്യൂഷനെ കുറിച്ച് പറയുകയാണ്. ഇനി നമുക്ക് ബ്രെയിൻ ഇൻസ്പയർഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് പോവാം. 21st centuryയിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ടെക്നോളജി തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു റിലവൻസ് വന്നത് എസ്പെഷ്യലി ChatGPT ഒക്കെ വന്നതിന് ശേഷമാണ്.
പക്ഷെ എപ്പോഴും എല്ലാവരും ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡും മെഷീൻ ലേണിങ്ങും ന്യൂറൽ നെറ്റ്വർക്കൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. പക്ഷെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഹാർഡ്വെയർ സൈഡാണ്. സോ ഞാൻ ഒരു പ്രസൻറ്റ് സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും യൂസ് ചെയ്യുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിരി. ഈ ആപ്ലിക്കേഷൻസ് നമ്മുടെ ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു കോഗ്നിറ്റീവ് ആക്ഷൻസ് ആണ് ഈ ആപ്ലിക്കേഷൻസിന് ചെയ്യേണ്ടി വരിക. സിരി എടുക്കുകയാണെങ്കിൽ നമ്മൾ ലിസണിങ്, നമ്മൾ ഹിയറിംഗ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് കാർ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും സീയിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. അപ്പോൾ ഈച്ച് ആപ്ലിക്കേഷൻ നീഡ് സ്പെസിഫിക് കേപ്പബിലിറ്റീസ് ഓഫ് ബ്രെയിൻ, നോട്ട് നെസസറിലി ഓൾ ദ കേപ്പബിലിറ്റീസ് ഓഫ് ബ്രെയിൻ. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഞാനൊരു ഫിസിസിസ്റ്റാണ്, ഞാൻ ഇനി ബയോളജി പറയാൻ പോവുകയാണ്. നമ്മുടെ ഒരു ബ്രെയിൻ എടുക്കുകയാണെങ്കിൽ ബ്രെയിൻ ന്യൂറൽ സിസ്റ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ. അതിൽ ന്യൂറോണും ഉണ്ട്, സിനാപ്സ് ഉണ്ട്. ഈ സിനാപ്റ്റിക് കണക്ഷനിലൂടെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റേഷൻ കിട്ടിയാൽ സിഗ്നൽ ന്യൂറോണൊക്കെ പാസ് ആവുന്നത്. ഈ ന്യൂറോണിൽ ഈ സിഗ്നൽ അക്യുമുലേറ്റ് ആവും. ഒരു പെർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ ഈ ന്യൂറോൺ ഫയർസ് ദ സിഗ്നൽ ടു ദ നെക്സ്റ്റ് ന്യൂറോൺ. അങ്ങനെയാണ് ശരിക്കും ബ്രെയിനിൽ ഇൻഫർമേഷൻ പാസ് ആവുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറുകൾ, സാധാരണ കമ്പ്യൂട്ടറുകളും ബ്രെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിൻ പഠിക്കുന്നത് ഫ്രം എക്സ്പീരിയൻസസ്. സോ ഇറ്റ് ഗോസ് ത്രൂ എ പ്രോസസ് കോൾഡ് ലേണിംഗ്. നമുക്കറിയാം, ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് എന്തെങ്കിലും ചൂടുള്ള ഒരു സംഭവത്തിൽ തൊടുകയാണെങ്കിൽ ആദ്യം അവർക്ക് അറിയത്തില്ലല്ലോ, അവരുടെ ബ്രെയിൻ അറിയത്തില്ല. പക്ഷേ ഒരു പ്രാവശ്യം നമ്മുടെ തൊടുമ്പോൾ അവരുടെ ബ്രെയിനിൽ ചേഞ്ചസ് ഉണ്ടായിട്ട് അതിനുശേഷം രണ്ടാമത്തെ പ്രാവശ്യം അവർ തൊടുമ്പോൾ അവർക്ക് അതിനുള്ള റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രെയിനിനെ എപ്പോഴും നമ്മൾ ലേൺ ചെയ്യണം. അതിനൊരു ഇനീഷ്യൽ ട്രെയിനിങ് ഫേസ് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇവിടെ ഒരു സ്പൈക്ക് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സിനാപ്സിൽ നിന്ന് ന്യൂറോണിക്ക് പോകുന്ന ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇഫ് ഐ അണ്ടർസ്റ്റാൻഡ് ന്യൂറോ സയൻസ്, ആക്ച്വലി നമുക്കൊരു സ്ട്രോങ് സിഗ്നൽ വരികയാണെങ്കിൽ ഈ ഷേപ്പ് മോഡിഫൈ ചെയ്യുകയും അത് കാരണം സിഗ്നലിൻ്റെ സ്ട്രെങ്ത് നെക്സ്റ്റ് ടൈം കൂടുകയും അത് കാരണം റിയാക്ഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രോസസ്സിങ് ഹിസ്റ്ററി ഡിപ്പെൻഡൻ്റ് ആണ്, അതായത് മെമ്മറി ഡിപ്പെൻഡൻ്റ് ആണ്. മെമ്മറിയും പ്രോസസ്സിങ്ങും ടുഗദർ ആണ് നടക്കുന്നത്. അതേസമയം നമ്മൾ കമ്പ്യൂട്ടർ, സാധാരണ കമ്പ്യൂട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറിയും പ്രോസസ്സിങ്ങും സെപ്പറേറ്റ് ആയതുകൊണ്ട്, അതായത് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം നാളെ കമ്പ്യൂട്ടറിന് കൊടുത്താൽ അതുപോലെ തന്നെയാണ് ചെയ്യുക. പക്ഷെ നമ്മുടെ ബ്രെയിൻ അങ്ങനെയല്ല ചെയ്യുക, കാരണം നമ്മുടെ ബ്രെയിൻ ഈസ് മെമ്മറി ഡിപ്പെൻഡൻറ്റ്. അതാണ് കമ്പ്യൂട്ടറും ബ്രെയിനും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്. അപ്പോൾ ഞാനൊരു ബയോളജിയിൽ നിന്ന് ഞാൻ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ AI ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ബ്രെയിനിനെ പോലെയുള്ള ആർക്കിടെക്ചർ അല്ലല്ലോ നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടറിനുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ AI ചെയ്യും? അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയിട്ട് ആ മാത്തമാറ്റിക്കൽ മോഡലിനെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച്, അതായത് നമ്മുടെ ഇപ്പോഴുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോഴുള്ള AI ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂറോണിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മുടെ ഇൻപുട്ടിനെ നമ്മൾ I എന്ന് വിളിക്കും. ഈ സിഗ്നൽ പാസ് ചെയ്യുന്ന സ്ട്രെങ്ത്തിന് നമ്മൾ വെയ്റ്റ്സ് എന്നാണ് വിളിക്കുക. അതാണ് WI കാണിച്ചിട്ടുള്ളത്. ഈ ന്യൂറോൺ ഈ സിഗ്നലിനൊക്കെ സമ്മ് ചെയ്യും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് ഈ ന്യൂറോണിനുള്ളത്. പക്ഷേ നമ്മൾ ബ്രെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 86 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. ഏകദേശം ക്വാഡ്രില്യൺ സിനാപ്സസ് കണക്ഷൻസ് ഉണ്ട്. ഓരോ ന്യൂറോൺസിലും തൗസൻഡ്സ് ഓഫ് സിനാപ്റ്റിക് കണക്ഷൻസ് ഉണ്ട്. നമ്മൾ ശരിക്കും ബ്രെയിൻ്റെ സ്ട്രക്ചർ എടുത്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 400,000 കിലോമീറ്റേഴ്സ് ലെങ്ത്. സോ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ അവർ ബ്രെയിൻ. അപ്പോൾ നമ്മൾ ഈ ബ്രെയിനിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എമുലേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ വി നീഡ് ലാർജ് ന്യൂറൽ നെറ്റ്വർക്ക്സ്, ആൻഡ് ദാറ്റ്സ് വാട്ട് കമ്പ്യൂട്ടർ സയൻസ് പീപ്പിൾ ഡിഡ്. ഇനി ഞാൻ എങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് നടക്കുക എന്നുള്ളതിന് ഒരു ചെറിയൊരു എക്സാമ്പിളാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മളെങ്ങനെ ChatGPT ട്രെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ ചെയ്യുന്നത്. സോ ഈ ന്യൂറൽ നെറ്റ്വർക്കിന് ഈ 3 ഷേപ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒരു സംഭവത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മളത് കാണുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ ആ പിക്ചർ എടുത്തിട്ട് അതിൻ്റെ പിക്സലുകളായിട്ട് മാറ്റും. ആ പിക്സലിനെ നമ്മൾ ഇൻപുട്ടായിട്ട് ഈ ഒരു മാത്തമാറ്റിക്കൽ മോഡലിൽ കൊടുക്കും. അപ്പോൾ ഈ ആദ്യത്തിൽ X എന്ന് പറയുന്ന അതിന് കിട്ടുന്ന ഇൻപുട്ടാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ന്യൂറോണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കണക്ഷനുണ്ട്. ആ കണക്ഷനെ നമ്മൾ ഒരു വാല്യൂ ആയിട്ട്, വെയിറ്റ് വാല്യൂ ആയിട്ട് കൊടുക്കും. ആൻഡ് അവസാനം നമ്മൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ന്യൂറോൺ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ ഇതിലുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു സർക്കിളാണ്, പക്ഷേ അതിൻ്റെ ആൻസർ വരുന്നത് ഒരു ബോക്സിന് 0.5 എന്നും സർക്കിളിന് 0.4 ആണ്. 40% ആണ് അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇത് സർക്കിളാണെന്ന്. അപ്പോൾ നമ്മൾ വളരെ റാൻഡം ആയിട്ടുള്ള കണക്ഷൻ്റെ വാല്യൂസാണ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ ട്രെയിൻ ചെയ്യണമല്ലോ, നമ്മളിതിനെ പഠിപ്പിക്കണം ഇതൊരു സർക്കിളാണെന്ന്. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ വീണ്ടും പിന്നോട്ട് പോകും.
എന്നിട്ട് ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ട്. എന്നിട്ട് വീണ്ടും ഈ കണക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യും, അതിൻ്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യും. അവസാനം ഈ 100% ഇത് സർക്കിളാണ് എന്ന് വരുന്നത് വരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ശരിക്കും ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ChatGPT ട്രെയിൻ ചെയ്തു. ഇതൊക്കെ ഈ ട്രെയിനിങ് ഇങ്ങനെയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്സിൻ്റെ വാല്യൂസ് മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു സിമ്പിൾ സാധനം ട്രെയിൻ ചെയ്യണമെങ്കിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇറ്ററേഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിനുള്ള മാത്തമാറ്റിക്സ് പ്രോസസ് ഇസ് വെരി ഹ്യൂജ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുകയാണെങ്കിൽ, ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഫീച്ചേഴ്സിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഇമേജ് റെക്കഗ്നിഷൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് പല ലേയേഴ്സായിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു മാൻ വുമൺ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ലോക്കൽ കോൺട്രാസ്റ്റിൻ്റെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവും. ആൻഡ് ദെൻ ദർ ഈസ് അനദർ ലെയർ ജസ്റ്റ് ടു ലുക്ക് അറ്റ് ദ ഫേസ് ഫീച്ചേഴ്സ് ആൻഡ് ദെൻ യു ലുക്ക് അറ്റ് ദ ഫേസ്. സോ അങ്ങനെ വളരെ ഡീപ്പായിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ മോർ കോംപ്ലക്സ് പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം ഇപ്പോൾ ഇത് ക്യാറ്റ് ആൻഡ് ഡോഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ ആദ്യത്തെ ക്യാറ്റാണെന്ന് എല്ലാവർക്കും അറിയാം, രണ്ടാമത്തെ ഡോഗാണെന്ന് അറിയാം. പക്ഷേ മൂന്നാമത്തെ എന്താണെന്ന് ഒരു പക്ഷേ ന്യൂറൽ നെറ്റ്വർക്കിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത് വലിയൊരു ഡിഫറൻസ് ആണ് നമ്മുടെ ബ്രെയിൻ. കാരണം നമ്മുടെ ബ്രെയിൻ ഒരു പക്ഷേ നമ്മൾ ക്യാറ്റിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 2-3 ക്യാറ്റോ അല്ലെങ്കിൽ 5-10 ക്യാറ്റ് കണ്ടാൽ തന്നെ നമുക്ക് ക്യാറ്റ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ആർക്കിടെക്ചർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ തൗസൻഡ്സ് ഓർ മില്യൺസ് ഓഫ് ഇമേജസ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടാണ് ശരിക്കും ഒരു നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഇറ്റ്സ് എ ഹ്യൂജ് കാൽക്കുലേഷൻ പ്രോബ്ലം, ഒരു ഹ്യൂജ് ഡാറ്റ പ്രോബ്ലം. നിങ്ങൾ ഒരു പക്ഷേ AI ഒരുപാട് ആപ്ലിക്കേഷൻസ് കേട്ടിട്ടുണ്ടാവാം. എനിക്ക് ഏറ്റവും ഇംപ്രസീവായി തോന്നിയത് അത് ഈ പ്രാവശ്യം നോബൽ പ്രൈസും കിട്ടി. AI അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്കിനെ നമുക്കൊരു സയൻറ്റിസ്റ്റായിട്ട് മാറ്റാമെന്നുള്ളത്. ശരിക്കും നമ്മൾ AI ജോബ് നഷ്ടപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ നഷ്ടപ്പെടുന്ന ഒരു പക്ഷേ നമുക്കായിരിക്കാം. അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് എടുത്തിട്ട് അതിനെ നമ്മൾ സയൻസ് പഠിപ്പിക്കുകയാണ്. സയൻസ് പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് സയൻസിൽ ഇതുവരെ തെളിയിക്കാൻ പറ്റാത്ത കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും ഇവർ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ലെഫ്റ്റിലുള്ള ആളുകൾ, റൈറ്റിലുള്ള 2 ആളുകൾ ഗൂഗിൾ ഡീപ് മൈൻഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ്. അവർക്കാണ് കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടിയത്. അവർ ഈ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് പ്രോട്ടീൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്ന അത് ബയോളജിയിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ലൈഫ് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് പഠിക്കാം, നമുക്ക് മെഡിസിനിൽ ഉപയോഗിക്കാം. സോ അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിൾ ഡെവലപ്ഡ് എ സിസ്റ്റം കോൾ AlphaFold. എന്നിട്ട് അത് ഏകദേശം 17,000 പ്രോട്ടീൻ സ്ട്രക്ചറിനെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ AI സിസ്റ്റത്തിന് പഠിപ്പിച്ചിട്ട് എന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻസിനൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് വാസ് വെരി ഇംപ്രസീവ്. അവർ ഒരു 4 വർഷം മുമ്പാണ് ഡിസ്കവറി കിട്ടിയത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർക്ക് നോബൽ പ്രൈസും കിട്ടി. കാരണം ഇത് മെഡിസിനിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. പക്ഷേ ഇവർക്ക് ഇത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്കൊരു ഹ്യൂജ് ഡാറ്റ പ്രോസസ്സ് ചെയ്യണമല്ലോ. അപ്പോൾ അവർ ഗൂഗിളിൻ്റെ ഭാഗമായതുകൊണ്ട് അവർക്ക് ഗൂഗിൾ ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് സെയിം ഐഡിയ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്കിത് ചെയ്യാൻ പറ്റിയേക്കുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഡാറ്റാ സെൻറ്റേഴ്സിനെ കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കണം. അപ്പോൾ AI ആക്ച്വലി ഐഡിയ കെയിം ഇൻ 90s. പക്ഷേ നമ്മൾ AIനെ കുറിച്ച് കേൾക്കുന്നത് ഏകദേശം 2010 സമയത്താണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പണ്ട് നമുക്ക് CPU ആണ് ഉണ്ടായിരുന്നത്. CPU-ന് ഇത്രക്കും ഹ്യൂജ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ AI became possible after GPUs in 2010s. അതുകൊണ്ടാണ് AIയുടെ ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും അത് വരാൻ ലേറ്റ് ആയത്. അപ്പോൾ നമ്മളൊരു എന്നിട്ട് GPUസും CPU ഉപയോഗിച്ച് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാക്കി. അപ്പോൾ ഒരു ഉദാഹരണമാണ് ഇത് പറയുന്നത്. ജപ്പാനിലെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റിയുടെ ഏകദേശം 422 ക്വാഡ്രില്യൺ കാൽക്കുലേഷൻസ് പെർ സെക്കൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ബ്രെയിനിൻ്റെ സംഹൗ മാത്തമാറ്റിക്സ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഡാറ്റാ സെൻറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം ഇസ് ദാറ്റ് നിങ്ങൾക്ക് കാണാം എത്ര എനർജിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ടേക്കിംഗ് അറൌണ്ട് 30 മെഗാവാട്ട്സ് ഓഫ് പവർ. അപ്പോൾ നമ്മൾ ബ്രെയിനായിട്ട് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിനിൽ ആകെ വേണ്ട എനർജി ഏകദേശം 20 വാട്ട്സ് ആണ്. ഒരു ബൾബ് കത്തിക്കേണ്ട എനർജിയെ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് ടേക്സ് ദ എനർജി ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് 30,000 ovens. സോ ഇറ്റ്സ് എ ഹ്യൂജ് എനർജി പ്രോബ്ലം ആക്ച്വലി. നമ്മൾ പറയാം നമുക്ക് AI ചെയ്യാം, AIയുടെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സൈഡ് ഒരിക്കലും ഡിസ്കസ് ചെയ്യാറില്ല. കാരണം AI ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേൾഡിലുള്ള ഹ്യൂജ് എനർജി കൺസംപ്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു AIയുടെ ആപ്ലിക്കേഷൻസ് ആയിരുന്നു. നിങ്ങൾക്കറിയോ അറിയില്ല, ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഗോ എന്ന് പറയുന്നത്. ഏകദേശം 10⁻⁷ പെർമ്യൂട്ടേഷൻസ് ഉള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഈ നോബൽ പ്രൈസ് കിട്ടിയ ആളുകൾ തന്നെ ഈ പ്രോട്ടീനിൻ്റെ പഠനം നടത്തുന്നതിന് മുമ്പ് ഒരു ഗെയിമറെ ഉണ്ടാക്കിയിരുന്നു ആക്ച്വലി. അപ്പോൾ ഈ ഗെയിം ആക്ച്വലി അവർ കൊറിയയിൽ പോയിട്ട് ആ ഗെയിമിൽ ചാമ്പ്യനായിട്ടുള്ള ഒരാളായിട്ട് കോമ്പറ്റീഷൻ വെച്ചു.
at the end, actually, computer wins and the guy lost. പക്ഷേ നമ്മളൊരു എനർജി ടേംസിൽ ഇത് നോക്കുകയാണെങ്കിൽ ആ ആൾ ഉപയോഗിക്കുന്ന എനർജി ഏകദേശം 20 വാട്ട്സ് ആണ്. പക്ഷേ ഇപ്പുറത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജിയാണ് ആക്ച്വലി ഇപ്പുറത്തെ മെഷീൻസ് ഉപയോഗിക്കുന്നത്. സോ എനർജി വേഴ്സസ് എഫിഷ്യൻസി എന്നുള്ളത് എയുടെ ഏറ്റവും ബിഗ് ആയിട്ടുള്ള ഫ്യൂച്ചറിലുള്ള പ്രോബ്ലമാണ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ദിസ് പ്രഡിക്ഷൻ ഷോസ്. ആക്ച്വലി നമ്മുടെ എനർജി ഫോർകാസ്റ്റ് ആണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾ കാണാം, ബ്ലൂവിൽ കാണുന്നതാണ് ക്ലൗഡിൻ്റെ യൂസേജ്. ഏകദേശം 2030 ആകുമ്പോൾ ഏകദേശം നമ്മുടെ വേൾഡിൻ്റെ 20% ഓഫ് എനർജി ഈസ് കൺസ്യൂംഡ് ബൈ ദിസ് നെറ്റ്വർക്ക്സ്. അത് ഏകദേശം ഇന്ത്യ മൊത്തം ഇലക്ട്രിസിറ്റി കൊടുക്കാനുള്ള അത്രക്കുള്ള എനർജിയാണ് ഈ ഡാറ്റാ സെൻറ്റേഴ്സ് ഉപയോഗിക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് എ ഹ്യൂജ് എനർജി പ്രോബ്ലം ആൻഡ് ആസ് എ ഫിസിസിസ്റ്റ് വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദിസ് പ്രോബ്ലം. രണ്ടാമത്തത് വളരെ പ്രൈവസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. AI ക്ലൗഡിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡാറ്റയുടെ പ്രൈവസി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ റിയൽ ടൈം ഒരു AI ആപ്ലിക്കേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് പോകുന്ന ഡ്രൈവർ ഇല്ലാത്ത കാറാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉള്ള റിയാക്ഷൻസ് ആളുകൾ മുമ്പിലേക്ക് ചാടി പെട്ടെന്ന് റിയാക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൺലൈനിലൂടെ കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷൻ ചെയ്യാന്ന് പറയുന്നതിന് വല്ല ഡിസ്കണക്ഷനൊക്കെ ഉണ്ടാക്കിയാൽ പ്രോബ്ലംസ് ആയിരിക്കും. മൂന്നാമത്തെ പ്രോബ്ലമാണ്, നമ്മൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ ക്ലൗഡുകളോ ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്പേസിൽ ഒരു റോബോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലൗഡിൽ ബേസ്ഡ് ആയിട്ടുള്ള AIക്ക് എനർജി കൂടാതെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസും കൂടി ഉണ്ട്. സോ ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം? ആൻഡ് ഈ പ്രോബ്ലത്തിൻ്റെ പിന്നാലെയാണ് ഞാനും ഉള്ളത്, ഒരുപാട് ഫിസിക്സ് പഠിക്കുന്ന ആളുകളുള്ളത്. നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് ആൽഗോരിതത്തിന് പകരം നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാം. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോഴത്തെയുള്ള സ്ട്രക്ചർ മാറ്റിയിട്ട് ബ്രെയിനിന് സ്ട്രക്ചർ എങ്ങനെയാണോ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കാം. സോ ബിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്കിനി മറക്കാം. അതിന് പകരം ബ്രെയിനിൻ്റെ കേപ്പബിലിറ്റീസിനെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ എലമെൻസിനെ കണ്ടെത്താം. അപ്പോൾ ഇതൊരു വലിയ ടാസ്ക്കാണ്. കാരണം നമ്മൾ ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സാധാരണ ബ്രെയിനിനെ ഒരു നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ നോക്കാനുള്ള ഒരു കമ്പാരിസണാണ് അവിടെയുള്ളത്. അത് ബ്രെയിന് 3D സ്ട്രക്ചറാണ്. നമ്മൾ സാധാരണ ചിപ്പുകൾ ഉണ്ടാക്കുന്നത് 2D ആയിട്ടാണ്. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ 20 ടൈംസ് നമുക്കിപ്പോൾ നാനോ ടെക്നോളജി കേപ്പബിലിറ്റി ഉള്ളതിൻ്റെ 20 ടൈംസ് ആണ് ആക്ച്വലി ബ്രെയിനിൻ്റെ ന്യൂറോൺസിൻ്റെ പെർ മില്ലിമീറ്റർ സ്ക്വയർ. സെയിം ഫോർ സിനാപ്സസ്. പക്ഷേ ഒരു കാര്യം കമ്പ്യൂട്ടേഴ്സ് വിൽ വിൻ കമ്പയർ ടു ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് ദ സ്പീഡ്. ആക്ച്വലി നമ്മുടെ ബ്രെയിൻ ഒരു പക്ഷേ മില്ലി സെക്കൻഡ് ടൈം സ്കെയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഏകദേശം കിലോഹെർട്സ്. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ ഗിഗാഹെർട്സ് എന്ന് നമ്മൾ പറയും, ഏകദേശം 100,000 or 1 million times faster than our brain. അപ്പോൾ നമ്മൾ ഭാവിയിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാണ് ബ്രെയിനിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഉള്ള. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? മച്ച് ഫാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഒക്കെ മച്ച് ഫാസ്റ്റർ ആയിട്ട് ഒരു പക്ഷേ സോൾവ് ചെയ്യുമായിരിക്കാം. അപ്പോൾ ആൾറെഡി ഈ AI ഹാർഡ്വെയറിനെ കുറിച്ച് ആളുകൾ സംസാരിച്ച് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. സോ ഇത് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ന്യൂറോൺസിനെയും ഈ സിനാപ്സിനെയും ഫിസിക്കലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസിസ്റ്ററുകളും മെംബ്രിസ്റ്ററുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആൾറെഡി IBM ഏകദേശം 10 years മുമ്പ് തന്നെ ഇതിന് ഉള്ള ഒരു ചിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. ദ ചിപ്പ് ഈസ് കോൾഡ് ട്രൂ നോർത്ത് ചിപ്പ്. ആ ചിപ്പ് ഉപയോഗിച്ച് ഒരു AI സോഫ്റ്റ്വെയർ ചെയ്യുന്ന പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ അവർ ചിപ്പ് ഉപയോഗിച്ച് ചെയ്ത് ആളുകൾ നടക്കുകയാണോ അതോ സൈക്ലിംഗ് ചെയ്യുകയാണോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റലും ഉണ്ട്. ഇന്റലിൻ്റെ ലോഹി ചിപ്പ് എന്ന് പറയും. അവരാണ് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ഈ ചിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. അവർ കൂടുതൽ ഈ ചിപ്പുകൾ ആദ്യം ഉണ്ടാക്കും, അതിനുശേഷം കുറേ ചിപ്പുകൾ കൂടിയിട്ട് അവർ 64 ലോഹി കൂടിയിട്ട് ഏകദേശം 130,000 ന്യൂറോൺസ് ഉള്ള സിസ്റ്റത്തെ 8 million ആക്കി, പിന്നെ 100 million ആക്കി. പക്ഷേ ഇത്തരത്തിലുള്ള നമ്മൾ കോംപ്ലക്സ് സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് നടത്തേണ്ടി വരും. അതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി, എസ്പെഷ്യലി വാട്ട് ഐ ആം ആഫ്റ്റർ, ആക്ച്വലി നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ AI കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതാണ്. നമുക്ക് എല്ലാം ചെയ്യുന്ന, മനുഷ്യനെ പോലെ എല്ലാം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു റോബോട്ടാണോ വേണ്ടത്, അതോ ഏതെങ്കിലും ഒരു ബ്രെയിനിൻ്റെ സിമ്പിളായിട്ടുള്ള കേപ്പബിലിറ്റി ചെയ്യുന്ന ഒരു മെഷീനാണോ വേണ്ടതെന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായിട്ടും ലെഫ്റ്റ് സൈഡിലുള്ള സംഭവത്തിലേക്കാണ് നമ്മളെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിലെ മാർക്കറ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആളുകളുടെ പേഴ്സണൽ ഡിവൈസുകളുടെ ഉപയോഗങ്ങളോ ഒരു പക്ഷേ ബ്രെയിനിൻ്റെ സർട്ടൻ കേപ്പബിലിറ്റീസ് മാത്രമേ ആവശ്യമായി വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കാതെ ബ്രെയിനിൻ്റെ ഈ കോംപ്ലക്സിറ്റി ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് വളരെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ സിസ്റ്റങ്ങൾ ഉണ്ടോ എന്ന് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. അതിനെയാണ് ഒരു ഇൻഡിവിജ്വൽ ഓർ പ്രിസൈസ് ഓർ കളക്റ്റീവ് അപ്രോക്സിമേറ്റ് ഡൈനാമിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്.
അപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ പക്ഷികൾ പറക്കുന്നതാണ്. ഈ പക്ഷികൾ പറക്കുന്ന ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ ഉണ്ടാകുന്നെങ്കിൽ അതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പക്ഷികൾ അങ്ങനെ പറക്കുന്നത് അല്ലെങ്കിൽ അതൊന്ന് തെറ്റിപ്പോയാൽ ഒരു പക്ഷേ ഈ ഓവറാൾ പാറ്റേൺ ഒന്നും സംഭവിക്കില്ലായിരിക്കാം. അതുപോലെ നമ്മുടെ ബ്രെയിനിന് ഒരു പക്ഷേ ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാലും അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഇത് കളക്റ്റീവായിട്ട് എങ്ങനെയാണ് ഈ പാറ്റേൺസുകൾ മനസ്സിലാക്കുന്നത് എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റിൽ നമ്മൾ ഏത് സിസ്റ്റമാണ് ഈ ഒരു ഓവറാൾ ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഡൈനാമിക്സിനെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ സിസ്റ്റംസ് ഉണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാരലായി നമ്മൾ ഈ കോംപ്ലക്സ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള സിസ്റ്റങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇത്. അതായത് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫിസിക്കൽ സിസ്റ്റംസ് ഉണ്ടാക്കുന്നതിന് പകരം സെൽഫായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുള്ള കളക്റ്റീവായിട്ട് ചെയ്യുന്ന സിസ്റ്റംസിലേക്ക് നമ്മൾ റിസർച്ച് നടത്തുന്നുണ്ട്. അതിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഓക്സ്ഫോർഡിൽ ഉണ്ടാക്കിയതാണ്. ഇത് ഒരു 20 years മുമ്പുള്ള ഒരു പേപ്പറായിരുന്നു. അതായത് നമ്മൾ വാട്ടർ എടുത്തുകൊണ്ട് വാട്ടറിൻ്റെ വേവ്സ് എങ്ങനെയാണെന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ബ്രെയിൻ സ്പെയർഡ് കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു അവരുടെ പ്രഡിക്ഷൻ. അപ്പോൾ എൻ്റെ ഒരു മാസ്റ്റർ സ്റ്റുഡൻസ് ഉണ്ടാക്കിയ സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവർ വാട്ടർ ബക്കറ്റ് ഉണ്ട്, അതിൽ നമ്മൾ വേവ്സ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഇൻറ്ററാക്ഷൻ സംഹൗ ഇമിറ്റേറ്റ്സ് ബ്രെയിൻസ് കാൽക്കുലേഷൻസ്. ആക്ച്വലി ഇത് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ 0 and 1 എന്ന് പറയുന്ന ഈ 2 വാക്കുകൾ അവർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്ന് അവർ ആൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പറയുന്നത് വെച്ചാൽ നമ്മൾ ബ്രെയിനെ ഒരു പക്ഷേ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോംപ്ലക്സ് ആയിട്ടൊന്നും പോകേണ്ടി വരില്ല. വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള സിസ്റ്റങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അതൊരു പക്ഷേ അത്രയ്ക്ക് പ്രിസൈസ് ആയിക്കൊള്ളുന്നില്ല, പക്ഷെ നമുക്ക് സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻസും ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോ അതാണ് എൻ്റെ ഫൈനൽ തീം. ആക്ച്വലി തീം ഓഫ് മൈ റിസർച്ച്. നമ്മൾ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കിയത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാണ്. അപ്പം നമ്മൾ ബ്രെയിൻ സ്പെയർഡ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് വേവ്സ് ഉപയോഗിച്ച് വേവ്സിൻ്റെ ഇൻട്രാക്ഷൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന റിസർച്ച്. So I just give 2 slides about the future perspective. So it's undoubtful that AI is going to be there. AI is going to influence in different sector of areas. But if we want to distribute AI devices, നമ്മൾ പേഴ്സണലായിട്ട് ആളുകൾക്ക് ഡിവൈസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴത്തെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മതിയാവില്ല. നമുക്ക് ഹാർഡ്വെയറുകൾ വേണ്ടി വരും, ഓഫ്ലൈൻ ആയിട്ടുള്ള. ആളുകൾക്ക് കുറച്ചുകൂടി സേഫായിട്ട് AI നമ്മൾ മാസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു വെയർ വി ആർ. അപ്പോൾ നമുക്കറിയാം ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. 1940s നമ്മുടെ ഒരു കമ്പ്യൂട്ടറാണ് നമ്മൾ ലെഫ്റ്റിൽ കാണുന്നത്. നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള കമ്പ്യൂട്ടർ എന്താണെന്ന്. അതുപോലെ തന്നെ ഈ ബ്രെയിൻ സ്പെയർഡ് കമ്പ്യൂട്ടിംഗ് ഹാർഡ്വെയർ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. ഒരു പക്ഷേ നമ്മൾ 20 yearsലോ 15 yearsലോ ഒരു പക്ഷേ നമുക്ക് ബ്രെയിനിൻ്റെ പോലെയുള്ള അതുപോലെ വർക്ക് ചെയ്യുന്ന ഹാർഡ്വെയറുകൾ ഉണ്ടായേക്കാം. അതിനുള്ള ശ്രമത്തിലാണ് ഞാനടക്കമുള്ള ഒരുപാട് ഫിസിക്സ് പഠിക്കുന്ന അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന റിസർച്ച് ചെയ്യുന്ന ആളുകൾ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്.